ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂട് എപ്പിസോഡ്. ചേട്ടൻ ഇപ്പം പറഞ്ഞില്ലേ ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത ഒരു പെൺകുട്ടി ആരെങ്കിലും ഉണ്ടോ? ഞാൻ തന്നെ ആള്. താനോ? അതൊരു കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടിയാ. മനസ്സിലായി. എനിക്ക് ഓക്കെയാണ്. തനിക്ക് ഓക്കെ ആയിരിക്കും, പക്ഷെ തൻ്റെ വീട്ടുകാർ സമ്മതിക്കുമോ? അതൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം. ചേട്ടനൊന്ന് സംസാരിച്ച് നോക്ക്. ആ കുട്ടിക്ക് തന്നെക്കാട്ട് 1-2 വയസ്സ് കൂടുതലുണ്ട്. അതൊന്നും സാരമില്ല. ഇക്കാലത്തൊക്കെ അത് ആര് നോക്കാനാ? എന്നാലും അത് ശരിയാവോ ചേട്ടാ? നമ്മൾ കുറേ നോക്കിയതല്ലയോ. പെൺ വീട്ടുകാർക്ക് വലിയ ഡിമാൻഡാണെന്ന് ചേട്ടൻ തന്നെയല്ലേ പറഞ്ഞത്. ഇതാകുമ്പോൾ വലിയ ഡിമാൻഡ് കാണത്തില്ല. അവർക്ക് ഓക്കെ ആണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. ആളെ കാണുന്നതിന് മുമ്പോ ഒരു ഡിമാൻഡും ഇല്ലെന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞാന്നല്ലോ. ഒന്നും കൂടെ ആലോചിച്ചിട്ട് പോരെയോ? എനിക്ക് ആലോചിക്കാനൊന്നുമില്ല. നിങ്ങൾ നോക്കിയിട്ട് പറ. ശരി എന്നാ. പിന്നെ കാണിക്കുന്ന വീടാണ്. സുഭാഷ് ചേട്ടൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു. ഹലോ സുഭാഷേ, ഇന്ന് താനൊന്ന് ഫ്രീ ആവണം. എന്താ ചേട്ടാ കാര്യം? പെണ്ണ് കാണാൻ പോണ്ടായോ? അതൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞല്ലേ. വേണ്ടയോ? അതെങ്ങനെ ശരിയാവും? ആളെങ്ങനെയായാലും പ്രശ്നമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലയോ. എന്താ സുഭാഷേ, എനിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? തനിക്ക് പെൺകുട്ടിയെ കാണണ്ടായിരിക്കും, പക്ഷെ കുട്ടിക്ക് തന്നെ കാണണ്ടായോ? അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലെന്ന് ചേട്ടൻ അറിഞ്ഞൂടെ? എനിക്കറിഞ്ഞാൽ മതിയോ? അവർക്കറിയണ്ടേ? താൻ വന്ന് സംസാരിച്ചാലല്ലേ അവർക്കൊരു വിശ്വാസം വരത്തുള്ളൂ. ശരി, ഞാൻ വരാം. എന്നാൽ വൈകിട്ട് 5 മണിക്ക് അങ്ങ് ഫിക്സ് ചെയ്തേരെ. ഇന്നോ? വേഗം കാര്യം നടത്തണ്ടായോ? ആയിക്കോട്ടെ. ആരൊക്കെ വരുന്നെന്ന് പറയണം. തൻ്റെ അച്ഛൻ, അനിയന്മാർ, സുധീഷിൻ്റെ ഭാര്യ, ഇവരൊക്കെ വരുമല്ലോ. അവരൊന്നും കാണത്തില്ല. ഞാൻ മാത്രമേ ഉള്ളൂ. താൻ മാത്രമേ ഉള്ളൂ? അതെ, ഞാൻ വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല. ഇത്തവണ ഞാൻ മാത്രം മതി. അവർക്ക് എന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ഞാൻ വീട്ടുകാരോട് പറയാം. അതുപോരെ? അത് നല്ലതാ. ഞാൻ അവരോട് പറയാം. ചേട്ടാ, ഇപ്പം ഈ കാര്യം എൻ്റെ അനിയന്മാരോട് പറയണ്ട. അതെന്താ? തൻ്റെ കല്യാണം കാണണമെന്ന് അവർക്കല്ലേ ഏറ്റവും കൂടുതൽ ആഗ്രഹം. അതല്ല, പെണ്ണിന് 2ാം ഘട്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടാവത്തില്ല. ആദ്യം അവർക്ക് ഓക്കെ ആവട്ടെ, എന്നിട്ട് ഇവിടെ പറയാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, 5 മണിക്ക് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകും. ഞാൻ ലൊക്കേഷൻ അയക്കാം. അല്ലേട്ടാ, ഞാൻ ഒറ്റയ്ക്കല്ലേ വരുന്നേ. അപ്പം വേറെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ പോരെയോ? എന്ന് വെച്ചാൽ വല്ല റെസ്റ്റോറൻറ്ററിലെങ്ങാണം. അതിനുശേഷം എൻ്റെ വീട്ടുകാരെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരാം. ഓക്കെ, ഞാൻ കുട്ടിയോട് സംസാരിച്ചിട്ട് തന്നെ അറിയിക്കാം. ശരി. പിന്നെ ബസ് സ്റ്റോപ്പാണ് കാണിക്കുന്നത്. ബസ് വരുന്നില്ലല്ലോ. സമയമുണ്ടല്ലോ, വരുവന്നേ. നിധിക്കറിയാമോ, ഈ സ്ഥലത്തെ 10 കൊല്ലം മുമ്പേ 2-3 ലക്ഷം രൂപയുള്ളായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ചുരുങ്ങിയത് ഒരു 35 ലക്ഷമെങ്കിലും വേണം. 10 സെൻറ്റ് സ്ഥലം വാങ്ങി മുമ്പിൽ കുറച്ച് കടമുറികളും കുറച്ച് ഓഫീസ് സ്പേസും ആക്കി ഒരു ബിസിനസ് ഐഡിയ ഉണ്ടായിരുന്നു. ടോട്ടലി ഒരു 5 ക്രോസിൻ്റെ. കുറച്ച് ലോൺ കാണും, പിന്നെ 1-2 പാർട്ട്നേഴ്സിനെയും കൊണ്ട് റെഡിയാക്കും. എല്ലാം കൂടി മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാ ഒന്ന് നിർത്തുന്നുണ്ടോ? ബോറടിക്കുന്നു. നിങ്ങൾ 5 കോടിയോ 10 കോടിയോ മുടക്കുന്നതിന് ഞാൻ എന്ത് വേണം? നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു നിസ്സാര തുകയാണെന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് അയച്ചിട്ട് അതിൻ്റെ മറുപടി കിട്ടാത്തതിൻ്റെ ടെൻഷനില്ല ഞാൻ. അത് ശരി. അങ്ങനെയുള്ള ടെൻഷൻ വരുമ്പോഴാണല്ലോ ഇങ്ങനെയുള്ള ഡ്രീം സെർച്ച് ചെയ്ത് ടെൻഷൻ മാറ്റേണ്ടത്. എൻ്റെ നിധി, വെറുതെ ഇരുന്ന് ടെൻഷൻ അടിച്ചാലേ റിപ്പോർട്ടിൻ്റെ റിപ്ലൈ വരുവോ? അയ്യോ, എനിക്ക് ടെൻഷനില്ല. എന്നാൽ ഹാപ്പി ആയിട്ടിരിക്കെ. ശരി, ഹാപ്പിനെസ് മുഖത്ത് കാണട്ടെ. പോരെയോ? അയ്യേ, ഇത് ഫേക്ക് ചിരിയാ. നല്ലോണം ചിരിച്ചു കാണിക്കേ. നല്ല ബെസ്റ്റ് ചിരി. നിധി കണ്ടില്ലേ, അവൻ ഈ ലോകത്തൊന്നും അല്ല. എന്താടാ, സ്വപ്നം കണ്ട് മതിയായില്ലയോ? അവൾ എന്നെ തന്നെയല്ലയോ നോക്കുന്നതെന്ന് എനിക്കൊരു സംശയം വന്നു. അതേടാ, അവള് നിന്നെ തന്നെയാ നോക്കുന്നത്. അവക്കെന്തോ ചോദിക്കണമെന്നുണ്ട്, അത് ഉറപ്പാ. എടാ, നീ എങ്കിൽ പോയി നീ അവളോട് ചോദിക്ക്. എനിക്കൊരു മടി. എടാ, മടിച്ചു നിന്നിട്ട് കാര്യമില്ല. എങ്കിൽ നീ ധൈര്യമായിട്ട് ചെല്ല്. വേണോ? ചെല്ലടാ. അവന് വേണമെങ്കിൽ അവൻ സംസാരിച്ചോളൂ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ നിർബന്ധിക്കുന്നേ? എടോ, ആ കുട്ടിക്ക് ഇവനോട് എന്തേലും പറയാൻ കാണും. എന്തിനാ ആ കുട്ടിയെ കഷ്ടപ്പെടുത്തുന്നേ? പോയിട്ട് എന്താ പറയാനുള്ളതെന്ന് ചോദിക്ക്. ചെല്ല് നികേഷേ. എന്താ പോയി കാര്യം തിരക്ക്. പതിയെ നമ്പർ മേടിച്ചെടുക്കണം. എന്നിട്ട് പതിയെ സംസാരിച്ച് തീർക്കാവുന്നതേ ഉള്ളടാ. ചെല്ലടാ. കുട്ടി കാണാൻ കൊള്ളാവുന്നതാണ്. എനിക്ക് ഓക്കെയാണ്. എന്ത് സുധീഷേട്ടൻ ഓക്കെയാണെന്നോ? അങ്ങനെയല്ലടാ ഞാൻ പറഞ്ഞത്. നീ ഈ കുട്ടിയെ ടൂൺ ചെയ്യുന്നത് എനിക്ക് ഓക്കെയാണെന്നോ? മനസ്സിലായോ? ചെല്ല്, പോയി സംസാരിക്ക്. ചെല്ലടാ അങ്ങോട്ട്. ഓൾ ദ ബെസ്റ്റ്. നികേഷ് പോന്നു. നിധി നോക്കിയേ, അവൻ്റെ മുട്ട് വിറയ്ക്കുന്ന നോക്കിയേ നിധി. ഇയാൾക്ക് ഇത് എന്തിൻ്റെ കേടാ? നാളെ അവൻ ഒരു സ്ഥലത്ത് ജോലിക്ക് പോകുമ്പോ അവിടെ കുറേ സ്ത്രീകളെ കാണേണ്ടി വരുമല്ലോ. അപ്പോഴവരോട് സംസാരിക്കേണ്ടി വരും. അതിനൂടെയുള്ള ട്രീറ്റ്മെൻറ്റാ. എന്നാൽ ഇവനെയൊക്കെ ഒരാൾ ഇഷ്ടമായെന്ന് പറയുമ്പോഴാ അവൻ എന്താ കുറവ്? അല്ല, കുറവുണ്ടെന്നല്ല, ഇങ്ങോട്ടൊരു കുട്ടിക്ക് ഇഷ്ടമാണെന്ന് പറയുമ്പോഴേ നിങ്ങളെ ആർക്കും ഇഷ്ടമല്ലെന്ന് കരുതിയേ എല്ലാവരോടും അങ്ങനെ ആവോ? എങ്ങനെ? എന്നെയോ? അങ്ങനെ തന്നെ. എടാ, മിണ്ട്. ഹലോ, ഒരു കാര്യം ചോദിക്കാനുണ്ട്. തെറ്റായി എടുക്കല്ല്. കുട്ടിക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എനിക്കങ്ങനെ തോന്നി, അതാ. പറയാനുണ്ട്. നിധിക്ക് അപ്പോഴത്തേന് ആ ഓട്ടോ കിട്ടുന്നു. ഓട്ടോ? ഞാൻ ഇതിൽ പോവാണ്. എടാ സുധീഷേ. തോമസ് ഏട്ടാ, നീ ഇവിടെ നിൽക്കുമായിരുന്നോ? രാവിലെ ഓട്ടം പോവാനുണ്ട്. ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങുമായിരുന്നു. വന്ന് കയറ്. എടാ നികേഷേ, ഞാൻ പോവാണേ. ബൈ. അല്ല, എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞില്ല. എനിക്ക് ഇയാളുടെ ചേട്ടനോടൊന്ന് സംസാരിക്കണം. ചേട്ടനോടോ?
നേരിട്ട് സംസാരിക്കാൻ ഒരു പേടി. അതുകൊണ്ടാ. എനിക്ക് ചേട്ടൻ്റെ നമ്പർ ഒന്ന് തരാമോ? പിന്നെ സുഭാഷ് ചേട്ടൻ റെസ്റ്റോറൻറ്റ് വരുന്നയാ. ചേട്ടാ, സുഭാഷേ ഇരിക്ക്. എന്താ സുഭാഷേ, അനിയന്മാരൊന്നും കൂടെ വന്നില്ലേ? അന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ എനിക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം അവരെ അറിയിച്ചാൽ മതിയെന്ന് വിചാരിച്ചു. അതാണ് കറക്റ്റ്. നിനക്ക് ഓക്കെ ആണെങ്കിൽ വേണ്ടെന്ന് പറയാൻ അവരാര്? അങ്ങനെ ഉണ്ടല്ലോ. പെണ്ണ് വന്ന് ഇരിക്ക്. നമസ്കാരം. ഇതാണ് ചെറുക്കൻ സുഭാഷ്. മേസ്തിരിയായി ജോലി ചെയ്യുന്നു. ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജയന്തി. BB വരെ പഠിച്ചു. 3 വർഷം വരെ ജോലി ചെയ്തു. ഇപ്പം വീട്ടിൽ ഇരിക്കുക. സുഭാഷിന് ഇതുവരെ വിവാഹമായിട്ടില്ലല്ലേ? എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, എൻ്റെ കാര്യം അറിയാമല്ലോ. ഡിവോഴ്സാന്ന് പറഞ്ഞു. ഇനിയും ഡിവോഴ്സ് ആയിട്ടില്ല. കിട്ടും, ഉടനെ കിട്ടും. അതെ, അപ്ലൈ ചെയ്തിട്ടുണ്ട്. കുറച്ച് നാളത്തിനുള്ളിൽ കിട്ടും. ഞാൻ ആദ്യം എന്നെപ്പറ്റി പറയാം. ഞാനും എൻ്റെ ഹസ്ബൻഡും ലവ് മാരേജ് ആയിരുന്നു. വീട്ടുകാർക്ക് ഇഷ്ടമല്ലായിരുന്നു. അവരുമായിട്ട് വഴക്കുണ്ടാക്കിയ കല്യാണം നടന്നത്. പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം വീട്ടുകാരാ ശരിയെന്ന് എനിക്ക് മനസ്സിലായി. ഒരു തരത്തിലും അയാളുമായിട്ട് ചേർന്ന് പോകാൻ പറ്റാതെയായി. എന്ത് പറഞ്ഞാലും ഞങ്ങൾ തമ്മിൽ വഴക്കിടുന്നത് പതിവായി. ഒരു 4-5 വർഷം എങ്ങനെയെങ്കിലും ഉന്തിത്തള്ളി നോക്കി. പിന്നെ അത് പറ്റാതായി. ഇനിയും പറ്റത്തില്ലെന്ന് മനസ്സിലായപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. 2 വർഷമായി വീട്ടിൽ തന്നെയാ. അയാളുമായോ അയാളുടെ വീട്ടുകാരുമായോ ഞാൻ ഒരു കണക്ഷനുമില്ല. ഡിവോഴ്സിന് ഞാൻ ആദ്യമേ തയ്യാറായിരുന്നു. അയാൾ ഓരോ കാര്യം പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോയി. ഇപ്പോഴാ അതിനെങ്കിലും സമ്മതിച്ച്. ഭാഗ്യത്തിന് കുട്ടികളൊന്നുമില്ല. ഞാൻ രക്ഷപ്പെട്ടു. അയാളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്ന അയാളുടെ പക്ഷം. അതുകൊണ്ടാണ് ഇത്രയും കാലം ഡിവോഴ്സ് നീട്ടിക്കൊണ്ടു പോയത്. അങ്ങനെയല്ലെന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണം. ഈ ഡിവോഴ്സ് കഴിഞ്ഞാൽ വേറൊരു കല്യാണം കഴിച്ച് എനിക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. എൻ്റെ വീട്ടിലും അങ്ങനെയാ വിചാരിക്കുന്നത്. അയാളില്ലെങ്കിലും ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് ഡിവോഴ്സ് ലഭിക്കുന്നതിന് മുമ്പ് വിവാഹത്തിന്റെ ആലോചന തുടങ്ങിയത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? പിന്നെ മനസ്സിലാവുന്നുണ്ട്. ഇത്രയാണ് എൻ്റെ കാര്യങ്ങൾ. ഇതൊക്കെ കേട്ടിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം മതി. എനിക്ക് ഓക്കെയാണ്, ഒരു പ്രശ്നവുമില്ല. ഈ ഏകദേശം കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡിവോഴ്സ് കിട്ടിയില്ലെന്നുള്ള കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. ഇക്കാര്യത്തിൽ സുഭാഷിന് തടസ്സമൊന്നുമില്ല. ഉണ്ടോ സുഭാഷേ? എനിക്ക് സമ്മതം തന്നെയാണ്. എന്നാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയണമല്ലോ. എന്നാലും നാളെ ഒരു കാലത്തെ എനിക്കിത് നേരിട്ട് പറയാമായിരുന്നു ഒരു പരാതി പാടില്ല. അതെനിക്ക് നിർബന്ധമാണ്. ശരി, എനിക്ക് സമ്മതമാണ്. കേട്ടല്ലോ. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് സ്പീഡാക്കാം. കുട്ടി ആഗ്രഹിക്കുന്ന പോലെ ഡിവോഴ്സ് കഴിഞ്ഞ ഉടനെ കല്യാണം. പിന്നെ കുട്ടി വീട്ടിൽ ഇരിക്കേണ്ടി വരത്തില്ല. അതാണ് എൻ്റെ ആഗ്രഹം. ഡിവോഴ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ വേറൊരു വീട്ടിൽ വേറെ ആരുടെയോ ഭാര്യയായിട്ട് ജീവിക്കുന്നത് അയാൾ കാണണം. അയാൾക്ക് വേറെ കല്യാണം ആലോചിക്കുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത്. അയാളുടെ കല്യാണം കഴിയുന്നതിന് മുമ്പേ എൻ്റെ കല്യാണം കഴിയണം. അതാണ് എൻ്റെ ആഗ്രഹം. ഇതെല്ലാം നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നണമല്ലോ. അതാ നേരിട്ട് വന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞേ. ഇത്തരം കാര്യങ്ങൾ കേട്ടാൽ പൊതുവെ പുരുഷന്മാർക്ക് താല്പര്യം ഉണ്ടാവാറില്ലല്ലോ. എനിക്കതൊന്നും ഇപ്പം പ്രശ്നമല്ല. ഇപ്പം പ്രശ്നമല്ലെന്ന് ഉദ്ദേശിച്ച? അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പ്രശ്നമേ ഇല്ലെന്നാ. വേറെന്തെങ്കിലും പറയാനുണ്ടോ? എന്ന് വെച്ചാൽ എന്നോടെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നിങ്ങൾ തന്നെ എല്ലാം പറഞ്ഞില്ലേ. ഇനി എനിക്ക് ചോദിക്കാനൊന്നുമില്ല. ഓക്കെ. നിങ്ങളെപ്പറ്റി പറയാനില്ലേ? പറയാം. എന്നെ കൂടാതെ വീട്ടിൽ 3 അനിയന്മാർ, അച്ഛനും 2ാമത്തെ അനിയൻ്റെ ഭാര്യയുമുണ്ട്. അമ്മ ചെറുപ്പത്തിലേ മരിച്ചുപോയി. അനിയന്മാർ സുധീഷ്, ഹരീഷ്, നിതീഷ്. അതിൽ സുധീഷിൻ്റെ ഭാര്യയാണ് നിധി. അവളൊരു നല്ലൊരു പെൺകുട്ടിയാ. ആർട്ടിടെക്ടറാ. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാ കഴിയുന്നേ. അവസാനം വരെ അങ്ങനെ കഴിയണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എൻ്റെ അനിയന്മാരാണ് എനിക്കെല്ലാം. അവരില്ലാതെ എനിക്കും പറ്റത്തില്ല. ഞാനില്ലാതെ അവർക്കും പറ്റത്തില്ല. പിന്നെ ജോലി, അതറിയാമല്ലോ. അതൊക്കെ എനിക്കറിയാം. വേറെന്തെങ്കിലും പറയാനുണ്ടോ? ജ്യൂസ് പറയട്ടെ? വേണ്ട, ഞാൻ പറയാം. പിന്നെ വീടാണ് കാണിക്കുന്നത്. നികേഷ് വിഷമിച്ചിരിക്കുന്നു. എടാ നികേഷേ, ഞാൻ കുറേ നേരമായി ശ്രദ്ധിക്കുന്നു. നീ എന്താ ഇങ്ങനെ? ഒന്നുമില്ല ഏട്ടത്തി. പിന്നെന്താ ആകെ ഒരു മൂഡ് ഓഫ്? ഇന്ന് രാവിലെ ഞാൻ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ട പെൺകുട്ടി. എന്തു പറ്റി? എന്താടാ നിർത്തിയത്? ഒന്നുമില്ല. പണി നിർത്തി ഞാൻ ഓടി വന്നതേ നിന്റെ ബസ് സ്റ്റോപ്പ് ഇയേഴ്സ് എന്തായെന്നറിയാനാ. എന്നിട്ട് എൻ്റെ അടുത്തൊന്നും ഒളിക്കല്ലേ. നീ കാര്യം പറ. എടാ, നീ എന്തായാലും നിധിയോട് പറയാനിരിക്കുമല്ലോ. അത് ഞാനോട് കേട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നവും വരുന്നില്ല. നീ പറ. വന്നപ്പോൾ മുതൽ ഒരേ മൂഡ് ഓഫാ. അതെന്താടാ? അവൾ നിന്നെ നോക്കി ചിരിച്ചിട്ടെ അവസാനം പണി തന്നോ? എടാ മോനെ, നീ കാര്യം പറ. എടാ, അവൾ എന്താ പറഞ്ഞേ? എടാ, അവൾ എന്താ പറഞ്ഞത്? അവൾ നോ പറഞ്ഞോ? അവൾ നോ പറഞ്ഞെങ്കിൽ എന്തിനാ മുഖത്ത് നോക്കി ഇളിച്ചേന്ന് ചോദിച്ചുകൂടായിരുന്നോ? അവൾ നോക്കി എന്നെ നോക്കിയല്ലല്ലോ ചിരിച്ചത്, അല്ലേ? അല്ല. അവിടെ ഇപ്പം ആരായിരുന്നു ഉള്ളത്? പറയടാ. സുധീഷേട്ടൻ തന്നെ. ഞാനോ? അതെ. അവൾക്ക് സുധീഷേട്ടനോടാ ഇഷ്ടം. സുധീഷേട്ടൻ്റെ നമ്പർ വേണോന്ന്. എന്നിട്ട് നീ കൊടുത്തോ? എടാ, ശരിക്കും അവൾ അങ്ങനെ പറഞ്ഞോ? സുധീഷേട്ടനോട് നമ്പർ നേരിട്ട് ചോദിക്കാൻ മടി കൊണ്ടാ അവൾ എന്നോട് വന്ന് ചോദിച്ചത്. നിന്നോട് ചോദിക്കാൻ മടിയൊന്നുമില്ലേ? ഞങ്ങൾ സെയിം ഏജ് അല്ലയോ? അതുകൊണ്ട് ടെൻഷൻ ഇല്ലെന്ന്. എടാ, ശരിക്കും അവൾ അങ്ങനെ തന്നെയാണോ പറഞ്ഞത്?
പിന്നെ അല്ലാതെ ഞാൻ വെറുതെ പറയോ? എന്താ ചെയ്യാ, നാട്ടിലെ പെൺകുട്ടികൾക്ക് മുഴുവൻ എന്നോടാണ് ക്രഷ്. ഷോ, കാണാൻ കൊള്ളാവുന്നതിന്റെ കുഴപ്പമേ ഇതൊന്ന് കേട്ടേ നിധി. അതാണ് ഞാനും ആലോചിച്ച്, ഇത്തിരി കൊള്ളാവുന്ന സ്വഭാവമുള്ള ആൺകുട്ടികളെ പെൺകുട്ടികൾക്ക് വേണ്ടെന്നേ. എന്ത് ചെയ്യാൻ, ഞാൻ അത്ര നല്ല പയ്യനല്ലെന്നാണോ നീ പറയുന്നത്? പയ്യനോ? സുധീഷേട്ടനോ? എടാ നികേഷേ, എൻ്റെ കല്യാണം കഴിഞ്ഞെന്ന് നീ അവളോട് പറഞ്ഞോ? ഞാൻ ആ പെൺകുട്ടിയോട് പിന്നെ മിണ്ടിയതേ ഇല്ല. വൃത്തികെട്ടവള്. ഗുഡ് ബോയ്. ബാക്കി ഇനി ഞാൻ നോക്കിക്കോളാം. എടാ, നമ്മൾ തേടിപ്പോയ ആളെ നമ്മളെ ഇഷ്ടമല്ലെന്ന് പറയുമ്പോഴേ നമ്മളെ തേടി വന്ന ആളിനെ നമ്മൾ എന്തിനാടാ കളയുന്നേ? അല്ലേടാ നികേഷേ, സുധീഷേട്ടന് പ്രാന്തായോ? അതേടാ നികേഷേ, ഒരാൾ ഇങ്ങോട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞു കേൾക്കുമ്പോഴോ അതിൽ ഇഷ്ടമുള്ള ഒരു പ്രാന്ത് വരും അല്ലേ നിധി? എനിക്ക് അറിഞ്ഞൂടാ. ഇയാൾ അതെങ്ങനെ അറിയാനാ? ഇയാൾ അത് അനുഭവിച്ചിട്ടില്ലല്ലോ. എടാ, മുമ്പ് ആ പെൺകുട്ടി എന്നെ നോക്കി ചിരിച്ചിരുന്നു. ഞാൻ അന്ന് വലിയ കാര്യമാക്കിയില്ല. എടാ, ഇതാ വിഷയമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അന്നേ പോയി സംസാരിച്ചേനെ. എന്നാലും അവക്ക് എന്നോട് ഇഷ്ടം തോന്നാനുള്ള കാരണം എന്ത്? അവിടെ ടേസ്റ്റിനേ ഉള്ളൂ. എടാ, നിനക്ക് അസൂയയാണ്. ഇവൻ അസൂയല്ലയോ നിധി? പറ നിധി. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണേ.